Okay, let's go. ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാല് ഒരു ചലഞ്ച് വീഡിയോ ആണ്, ഹൂ നോസ് മീ ബെറ്റർ. അപ്പോ ഇത് ശ്രീലക്ഷ്മി, ഇത് വർഷ. അപ്പൊ രണ്ടുപേർക്ക് ആർക്കാ എന്നെ കൂടുതൽ നന്നായിട്ട് അറിയാമെന്ന് നമുക്ക് നോക്കാം. തുടങ്ങാല്ലേ? അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ താ. റെഡി അല്ലേ? ഓക്കെ. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാല്, ഞാനിപ്പോ റീസെന്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് ഫ്രൂട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. ആ ഫ്രൂട്ട് ഏതാ? മറച്ചു വെച്ചിട്ട് എഴുതുന്നത് രണ്ടും കള്ളത്തരം കാണിക്കരുത് ഗൈസ്. വർഷം അങ്ങോട്ട് പറയും ശ്രീലക്ഷ്മി ഫുൾ കള്ളത്തരം. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതെ, നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ റീസെന്റ് ആയിട്ട് കുറെ ആയിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നു. മറച്ചു വെച്ചിട്ട് ഓക്കെ. ശരി, വർഷ ശ്രീലക്ഷ്മിയുടെ ആദ്യം കാണിക്കും. എന്തായാലും പൊട്ടത്തിട്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. നമ്മൾ ലേസ് കഴിക്കില്ലേ, അത് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാ? ഓക്കെ, രണ്ടാൾക്ക് അറിയാൻ തോന്നുന്നുണ്ട്. കാണിച്ചോ? ടൊമാറ്റോ. റെഡ്. ടൊമാറ്റോ, രണ്ട് സെയിം ഫ്ലേവർ. അപ്പൊ രണ്ടുപേർക്ക് ഇപ്പോ രണ്ട് മാർക്കായില്ല. ഓക്കെ. അടുത്തത് എന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ്. ചോക്ലേറ്റ് നിങ്ങൾ അതിന്റെ പേര് മാത്രം അല്ല ഏത് ഫ്ലേവർ ആണെന്നുള്ളത് ആ ഒരു ചോക്ലേറ്റ് എഴുതണം. ശ്രീലക്ഷ്മി കള്ളക്കണ്ടിട്ട് ഫ്ലേവർ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ എന്താ പറയാ ഡയറി മിൽക്ക് എഴുതാണ്ട് ഡയറി മിൽക്ക് എന്ത് ഫ്ലേവർ ആണ് എനിക്കിഷ്ടം അങ്ങനെ ഇല്ലേ, അതിൽ കുറച്ച് ഡിഫറെന്റ് ഇല്ല, അങ്ങനത്തെ സാധനങ്ങൾ എഴുതും. എന്തോ എഴുതിയിട്ടുണ്ട് വലുതായിട്ട് ശ്രീലക്ഷ്മി. ശരി, കാണിച്ചോ? ഫസ്റ്റ് കാണിച്ചോ? അങ്ങനെ എനിക്കിഷ്ടമല്ല. യെസ്, വർഷ. ഓക്കെ, വർഷ 3, ശ്രീലക്ഷ്മി 2 ട്ടോ. അടുത്തത് ഇത് രണ്ടാൾക്കും ചിലപ്പോ ഒരു ആൻസർ കിട്ടുള്ളൂ. എന്റെ പാരന്റ്സിന്റെ നെയിം, അച്ഛന്റെ പേര് അമ്മയുടെ പേര്. ഒന്നുപോലും നീ എഴുതിയില്ലെങ്കിൽ ഞാൻ കൊല്ലും. ആ ഒന്നും എല്ലാ മണ്ടന്മാർക്കും അറിയാം. മറച്ചു വെച്ചിട്ട് എഴുതി വർഷ. ശ്രീലക്ഷ്മി കോപ്പി എടുക്കും. രണ്ടെഴുതിയാൽ ഒന്ന് എഴുതിയാ? ഓക്കെ. വേറെ ഒന്ന് ഗസ് ചെയ്യാൻ വരെ ജസ്റ്റ് ഗസ് ചെയ്തോ, നോക്കിക്കോ. അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് സോറി ഗൈസ്, ഇടയ്ക്ക് വന്നാൽ ഒരു ഫ്രണ്ട് കൂടെ വന്നിട്ട് പോയത്. അപ്പൊ ഇടയ്ക്ക് വെച്ച് വീഡിയോ കട്ടായി. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളെ ഇപ്പൊ ചോദിച്ച ക്വസ്റ്റൻ എന്താ പറയുക, എന്റെ പാരന്റ്സിന്റെ നെയിമാണ്. അതിന്റെ ആൻസർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താ എഴുതിയിരിക്കുന്നത് രണ്ടുപേരും നോക്കാം. അമ്മയുടെ പേര് സുമലത എന്നാണ് എഴുതിയിരിക്കുന്നത്. സുരേഷ് യൂട്യൂബ് നെയിം ആണെങ്കിൽ ഇൻസ്റ്റഗ്രാം നെയിം അഞ്ജലി സുരേഷ് ആണ്. അതെങ്കിലും ഗസ്റ്റ് ചെയ്ത് പറഞ്ഞാ ഈ മണ്ടി അതുപോലെ ഗസ്റ്റ് ചെയ്യും. ഹേമലത. പക്ഷെ നിനക്ക് ഒരു മാർക്ക്. അപ്പൊ ഇത് മൊത്തം നിങ്ങളുടെ മാർക്ക് നിങ്ങൾ സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ. പിന്നെ എന്റെ ഫേവറേറ്റ് കാർ ഞാൻ പറയാറുണ്ട് എപ്പോഴും. എപ്പോഴും ഞാൻ ഇവിടെ ഞാൻ കാറ് കാണുമ്പോ ഞാൻ നിന്നോട് പറയാറുണ്ട് ഇടി 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 പറഞ്ഞിട്ട്. പക്ഷെ അവൾക്ക് ഓർമ്മില്ല. ഇവൾക്ക് എപ്പോഴും പോയി പോട്ട് ബിരിയാണി നിന്ന് കഴിക്കണം അവിടെ. ഓക്കെ, യെസ്. കാണിക്ക്. ഏത് പെൻസിലാണ് ഞാൻ പറഞ്ഞത്? വർഷ ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി. ശരി, ഇത് എനിക്കറിയില്ല. ഞാൻ ഓഫീസിൽ ജോയിൻ ചെയ്ത മന്ത്. ഓക്കെ, കാണിക്കാം. യെസ്, കറക്റ്റ്. രണ്ടുപേരും കറക്റ്റ്. ഓക്കെ, ഇനി നിങ്ങൾ കണ്ട ക്വസ്റ്റ്യൻ അപ്പോഴേ എന്റെ ഫേവറേറ്റ് സ്ട്രീറ്റ് ഫുഡ്. നീ എന്താ എഴുതിയിരിക്കണേ? അത് സ്ട്രീറ്റ് ഫുഡാ? സ്ട്രീറ്റ് ഫുഡിന് ഇപ്പൊ പോയിട്ട് അവിടെ ശിവാജി നഗറിൽ കഴിക്കാറില്ലേടി? സ്ട്രീറ്റ് ഫുഡ് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ മറ്റേ ഈ പാനിപ്പൂരി ടൈപ്പ് അങ്ങനത്തെ ടൈപ്പ് ഇല്ലേ, ബേൽപൂരി പാനിപ്പൂരി അങ്ങനത്തെ ടൈപ്പ്. അവൾക്ക് മനസ്സിലായിട്ട് അവൾക്ക് മേ ബി അവൾക്ക് ആൻസർ ഇട്ടിട്ടുണ്ടാവും. ബീഫ് ഓർ ബജ്ജി? അല്ല, കാളൻ. യെസ്.
കാള നീ എവിടെയാണ് ബാംഗ്ലൂരിൽ കഴിച്ചിരിക്കുന്നത്? കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ് പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ ഓക്കെ, ഇത് വന്നിട്ട് ഞാൻ ജസ്റ്റ് ചുമ്മാ ആഡ് ചെയ്ത ക്വസ്റ്റ്യനാ. നിങ്ങളല്ലാതെ ഇപ്പൊ ഞാൻ ഒരു ടഫ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഞാൻ ഡിസിഷൻ ചോദിക്കുന്ന ഒരാള്, ഓക്കെ, ചോദിക്കുന്ന ആളാണ് കേട്ടോ പറയേണ്ടത്. നിങ്ങൾ ആലോചിച്ചിട്ട് എഴുതണേ. ഡിസിഷൻ ചോദിക്കുന്ന അതായത് ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ടഫ് സിറ്റുവേഷനാണ്. ഫ്രണ്ട്സ് അല്ല, മീൻസ് ശരി ഓക്കെ, ഫ്രണ്ട്സ് അല്ലാണെങ്കിൽ ആരെങ്കിലും നിങ്ങൾ എങ്ങനെ എഴുതിക്കും കുഴപ്പമില്ല. ലിസ്റ്റ് ഒന്നും എഴുതല്ലടി, ഒരാളുടെ ഏതോ ഒരാളാവും. ഇപ്പൊ ഞാൻ മൂഡ് ഓഫ് ആണ്, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണം പറയാൻ ചോദിക്കുന്നത് ആരാണ്? നിങ്ങളല്ലാതെ, ഫസ്റ്റ് നിങ്ങളല്ലാതെ ചോദിക്കുന്നത് ആരാണ്? ശരി, നിന്റെ ഫസ്റ്റ് രണ്ടുപേരും പറ. അജിത്, ഗൗതം. ഓക്കെ, നീ? ഗൗതം, നീനു, കുഞ്ഞു. അജിത്തിന്റെ പേര് എഴുതിയിട്ടില്ല, ഞാൻ അജിത്താണ് മനസ്സിലായി. ശരവണ്ട് പേരൊക്കെ കൺഫ്യൂസ് ആയി. ഇപ്പൊ എന്നെ മാർക്ക് എടുത്ത് ആര് എന്നെ എടുക്കണം? ഇപ്പൊ വന്നിട്ട് നീ ആര് എഴുതിയിട്ടുണ്ട്? നിനക്ക് ഇതിന് മാർക്കില്ലല്ലോ. പക്ഷെ എന്താ ഗൗതു ഇല്ലേ? ഗൗതത്തിന്റെ പേര് ഇതാ, ഗൗതു. ഓക്കെ, ആൾക്കാ ഹാഫ് മാർക്ക്. ഗൗതം, അജിത്ത്. എന്നാ പറഞ്ഞു? ഫുൾ മാർക്ക്. നിനക്ക് ഫുൾ മാർക്ക്, നിനക്ക് ഹാഫ് മാർക്ക്, നിനക്ക് ഫുൾ മാർക്ക്. ഓക്കെ, ഇത് ഞാൻ ചുമ്മാ എഴുതിയ ക്വസ്റ്റനാ. പിന്നെ ശരി, ഞാൻ അവസാനമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട മൂവി അത് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് വന്നിട്ട് തിയേറ്ററിൽ പോയി பார்த்த മൂവി ആരെയാണെന്ന് എഴുതിയാലും മതി. അങ്ങനെ മൂവി നെയിം കിട്ടില്ലെങ്കിൽ. ഓക്കെ, നീ പറ. ഓക്കെ, പിന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വെജിറ്റബിൾ. ഇഷ്ടമല്ല എനിക്ക് ആ വെജിറ്റബിൾ. ഞാൻ പറഞ്ഞില്ല, നോക്കണ്ട. നിനക്ക് ഇഷ്ടമാണ് നിനക്ക് ഇഷ്ടമാവുന്നുണ്ടോ ആ സാധനം? എനിക്കും വർഷയ്ക്ക് ഇഷ്ടമല്ല ആ സാധനം. അല്ല, യെസ്, ഇതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറയാം എനിക്ക് ഇഷ്ടമായിരിക്കാം, മേ ബി. ഓക്കെ, പിന്നെ ഒരു ഫുഡ് കുക്ക് ചെയ്യുന്നതിന്റെ സ്മെല്ല് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അത് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. എനിക്കത് കേട്ട വോമിറ്റിംഗ് വരണ പോലെ ഉണ്ടാവും. ഇത്ര ക്ലൂ അത് ശേഷം നീ പറഞ്ഞ ഞാൻ കൊല്ലും. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇവിടെ പോകുമ്പോൾ അതിന് സ്മെല്ല് കേട്ടാ ഞാൻ പറയാറുണ്ട് എനിക്ക് വോമിറ്റിംഗ് വരുള്ളൂ പറഞ്ഞിട്ട്. എഗ് ബയ്യന്റെ എഗ് വരുമ്പോ സ്മെല്ല് വരുന്നു. നമ്മുടെ മറ്റേ റോൾ കടയിൽ പോകുമ്പോ സ്മെല്ല് വരുമ്പോ എന്നൊക്കെ ഓക്കെ. പിന്നെ എന്റെ ഫേവറേറ്റ് ഡ്രിങ്ക് പറഞ്ഞ ഈ പെപ്സി അങ്ങനൊക്കെ ഇല്ലേ, മിറിണ്ട അങ്ങനത്തെ പോലത്തുള്ള ഒരു ഡ്രിങ്ക്. ഞാൻ ഫേവറേറ്റ് പറയാം, എനിക്ക് കുടിക്കാൻ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു സാധനം ഇത്. ഇതിനെനിക്ക് ഡൗട്ട് ഇവിടെ കാണിക്ക്. കോക്ക് അല്ല, ഇഷ്ടല്ല. അല്ല, ഞാൻ ഈ മാസ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ மெட்டி போனா எப்ப பாரு கோக்கு வேணும் கேட்டு வாங்கி குடிப்பா. സോ ഓക്കെ, അടുത്തത്. നമ്മള് ഇതുവരെ ഒരു ഫുഡ് ട്രൈ ചെയ്യണം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് ഇഷ്ടമാണ് ആ സാധനം ഭയങ്കര. നമുക്കത് കഴിക്കാൻ ഭയങ്കര, നമ്മൾ കഴിച്ചിട്ടുള്ളത് വരെ. പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേണം 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 എന്നെക്കാൾ കൂടുതൽ നീയാണ് പറയാറ് ശ്രീലക്ഷ്മി. എന്ത് വേണമെന്ന് ആലോചിക്കും. இப்ப പറഞ്ഞ ആൻസർ പറഞ്ഞിട്ടിരിക്കും. ഇപ്പൊ ഞാൻ നോക്കും പറഞ്ഞ ഞാൻ who knows be better ன்றத விட எனக்கு இவங்க ரெண்டு பேரையும் நல்லா பெட்டரா தெரிஞ்சு வச்சிருக்காங்க. அதுக்கான ഇത് വെറുതെ சொல்லலாமா? പറ. മാംഗോ സ്റ്റിക്കി റൈസ്. ഓർമ്മയില്ല, എന്നെക്കാളും കൂടുതൽ പറഞ്ഞു. ഓക്കെ, ശരി. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടാ. ഞാന് എന്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ്, ഞാൻ എനിക്ക് പോണെന്ന് ഭയങ്കര ആഗ്രഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെ പോവാൻ പറ്റിയിട്ടില്ല. മേ ബി ഫ്യൂച്ചറിൽ പോവായിരിക്കാം. അല്ലെങ്കിൽ അഞ്ജലി. ഓക്കെ,
ഇത് പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മൾ നീ honeymoon പോണതൊക്കെ ഹണിമൂൺ പോണതിന്റെ ആ പ്ലേസ് അല്ല. ഓക്കെ, ആ ശ്രീലക്ഷ്മി എന്തോ ഒരു അച്ഛൻ കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും അവള് ചിലപ്പോ മണ്ടത്തരായിരിക്കും. കഴിഞ്ഞ യെസ് കറക്റ്റ്. ബാലി ഓക്കെ ലീഡിംഗ് വർഷമാണ്. ലീഡിംഗ് വർഷയാണ്. ഇത് വെറുതെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുന്നത്. വർഷ is leading with 12 marks. ഓ ഇന്നത്തെ കഴിഞ്ഞു. ഇഷ്ടായാല് ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. நீங்களும் உங்க ஃப்ரெண்ட்ஸ் கூட சேர்ந்து ட்ரை பண்ணுங்க. അതെ, ബൈ. Bye.